താൻ ഇത്രയും പെട്ടെന്ന് തിരിച്ചു വന്നോ? പിന്നെന്താ നീ വിചാരിച്ചത് ഞാൻ ആജീവനാന്തം ആശുപത്രി കഴിയുമെന്നു? പിന്നെ കണ്ണിന് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. വെളിച്ചവും പൊടിയൊന്നും കണ്ണി കയറാതിരിക്കണം, അത്രേ ഉള്ളൂ. അതിനാണ് ഈ പാച്ച്. നല്ലതാ. ഈ ലുക്ക തനിക്ക് കുറച്ചുകൂടി ചേരുന്നേ. താങ്ക് യു ഫോർ ദി കോംപ്ലിമെന്റ്. നീ എത്ര വേണമെങ്കിലും കളിയാക്കിക്കൂ, നിന്റെ ഈ ധാർഷ്ട്യമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നിന്റെ ധൈര്യമൊക്കെ ചോർന്നുപോയി. നീ എന്റെ മുമ്പിൽ കീഴടങ്ങി നിൽക്കുന്ന ഒരു ദിവസം വരും. അന്ന് നിനക്ക് മനസ്സിലാകും ജോർജ് ആരാണ്. താൻ ആരാണെന്ന് എനിക്ക് നേരത്തെ മനസ്സിലായതാ. യൂണിഫോം ഇട്ട് വെറും ഒരു ഞരമ്പ് രോഗി. നീ കൂടുതൽ ഡയലോഗ് അടിക്കല്ലേ. ആശുപത്രി ചോദിച്ചപ്പോഴേ ഞാൻ പറഞ്ഞത് നീ രക്ഷപ്പെടാൻ ശ്രമിച്ചതിനിടയിൽ സംഭവിച്ചതാണ്. ഞാൻ പരാതി കൊടുത്ത കുറെ കാലം കൂടെ നീ ജയിലിൽ കഴിയേണ്ടി വരും. താൻ അങ്ങനെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. തന്നെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനും ഈ ജയിലിനകത്തിരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓഹോ. ഇതിനു മുൻപ് ജോലി ചെയ്ത 2 ജയിലിൽ നിന്നും തന്നെ പുറത്താക്കിയതാ. അതും വനിതാ അന്തേവാസികളോട് മോശമായിട്ട് പെരുമാറിയതിന്റെ പേരിൽ. അത് ശരി. ഒരു അന്തേവാസി രക്ഷപ്പെടാൻ ശ്രമിച്ച് സൂപ്രണ്ടിനെ അപായപ്പെടുത്തിയെന്നറിഞ്ഞ ഉറപ്പായും ഒരു അന്വേഷണം നടക്കും. നടന്നത് എന്താണെന്ന് സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞ എന്നെ പിന്തുണയ്ക്കാൻ ഈ ജയിലില് 4-5 പേരെന്തായാലും കാണും. തീർച്ചയായിട്ടും കാണും. അതിന് കുറ്റവാളികൾ പറയുന്നത് ആര് വിശ്വസിക്കാനാ? ഞങ്ങള് പറയുന്നത് വിശ്വസിക്കണ്ട. ഇയാളുടെ സ്വഭാവം എന്താണെന്ന് ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്ക് അറിയാലോ. അവരെ വിശ്വസിപ്പിക്കാൻ ഇതൊക്കെ ധാരാളമാ. താൻ എനിക്കെതിരെ പരാതി കൊടുക്കാത്തത് ഔദാര്യം കാണിച്ചിട്ടൊന്നുമല്ല, പേടിച്ചിട്ടാ. അപ്പോ നിനക്ക് ധൈര്യം മാത്രമല്ല ബുദ്ധിയും ഉണ്ട് അല്ലേ?